ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുന്നോ? എന്നൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് അടിപൊളിയൊരു സാധനമായിട്ടാണ് എത്തിയേക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഇത്തിരി കുഞ്ഞൻ സാധനത്തിൻ്റെ പേരാണ് ലാവൻഡർ ഫ്ലവേഴ്സ്. ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പോഴേ എൻ്റെ കൊളീഗുമായിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, റീസെൻ്റ്ലി യൂട്യൂബിൽ ഇങ്ങനെ ആക്റ്റീവ് ആയപ്പോഴേക്ക് ഫോൺ യൂസ് കൂടി. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കും. അല്ലെങ്കിൽ തന്നെ ഉറക്കത്തിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1 മന്ത് നൈറ്റും 1 മന്ത് ഡേയും ആണ് ഞങ്ങളുടെ റുട്ടീൻ. അപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിയുന്ന മന്ത് ആണെങ്കിലും ഞങ്ങൾക്ക് പിന്നെ ഡേ ഡ്യൂട്ടിയിലോട്ട് കയറിയാലും എനിക്ക് ഉറക്കക്കുറവ് ഇച്ചിരി പ്രശ്നമാണ്. അത് കാരണം അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് ഞാൻ അവളോട് പറഞ്ഞപ്പം അവൾ എന്നോട് പറഞ്ഞു, ഈ ലാവൻഡർ പൂക്കൾ നമ്മളെ ഉറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന്. എന്നാൽ അതൊന്ന് കാണുമല്ലോ എന്ന് വിചാരിച്ച് അപ്പം തന്നെ ഞാൻ പൂവും പറിച്ചുകൊണ്ട് വന്നു. എന്നിട്ടൊരു ചെറിയ ടിഷ്യൂവിനകത്ത് പൊതിഞ്ഞ് ഞാൻ എൻ്റെ പില്ലോടെ അടിയിൽ വെച്ചന്ന് കിടന്നു കേട്ടോ. സത്യം പറയാലോ ഗൈസ്, ബ്ലണ്ടറൊന്നുമല്ല, അന്നത്തെ ദിവസം ഞാൻ അടിപൊളിയായിട്ട് ഉറങ്ങി. അപ്പം ഞാൻ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കൂടുതൽ അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗൂഗിൾ എടുത്തു വെച്ച് അതെല്ലാം സെർച്ച് ചെയ്ത് വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദർ ഈസ് നോ സർപ്രൈസ് ദാറ്റ് ലാവൻഡർ ഈസ് എ ഗ്രേറ്റ് പ്ലാൻ ടു ഹാവ് ഇൻ മൈ ബെഡ്റൂം. അങ്ങനെ ഞാനത് പ്ലാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഞാനൊരു ചെടിയും കൂടി കൊണ്ടുവന്നു. ഈ ചെടി നട്ടുകൊണ്ട് നിങ്ങളുടെ ബാക്കി കാര്യങ്ങളും കൂടെ, ബാക്കി എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നും കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് കേൾക്കാം. ഈ ലാവൻഡർ പൂക്കൾക്ക് ഒരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട് അത്രേ. അതായത് സ്കിന്നിൻ്റെ പ്രോബ്ലംസ്, ഇച്ചിങ്, ഇതൊക്കെ മാറാൻ വേണ്ടി ലാവൻഡർ ഓയിൽ യൂസ് ചെയ്യുമെന്ന്. ഒരു സോറിയാസിസ് എന്ന് പറഞ്ഞൊരു രോഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ അമ്മോ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ബെഡ് മേക്കിങ്ങിന് രാവിലെ ചെല്ലുമ്പം ആ ബെഡ് ഫുള്ള് പാമ്പ് പടം പൊഴിച്ച പോലെ ഇങ്ങനെ സ്കിൻ ഇളകി കിടക്കും. അതായത് എത്ര ട്രീറ്റ് ചെയ്താലും കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. ഈ സോറിയാസിസ് പോലും ട്രീറ്റ് ചെയ്യാനായിട്ട് ലാവൻഡർ ഓയിൽ യൂസ് ചെയ്യും അത്രേ. പിന്നെ നമുക്ക് തലവേദന വരുമ്പോൾ ഇല്ലേ, നമ്മൾ വിക്സ് പുരട്ടുന്നത് പോലെ ഈ ലാവൻഡർ ഓയിൽ തലയിൽ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഹെഡേക്ക് മാറുമെന്ന്. ഇതിൻ്റെ മറ്റൊരു ഗുണമാണ് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന സ്റ്റൊമക് ക്രാമ്പ് മാറാൻ സഹായിക്കുമെന്ന്. ജർമ്മൻ ഡോക്ടേഴ്സ് ഇങ്ങനെ സ്റ്റൊമക് ക്രാമ്പ് വരുന്നവർക്ക് ഇത് വെച്ചൊരു ടീ ഉണ്ടാക്കി കഴിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ടെന്ന്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ പൂക്കളെടുത്ത് 10 മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം ടീ പോലെ ഇങ്ങനെ കുടിക്കുക. അപ്പം സ്റ്റൊമക് ക്രാമ്പ് മാറിക്കിട്ടുമെന്ന്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഗുണമാണ് വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടി. അതായത് ചെറിയ മുറിവുകളൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ തന്നെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തുണി വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് ആ തുണി വെച്ചിട്ട് കംപ്രഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുറിവുകൾ വേഗം ഉണങ്ങി കിട്ടുമെന്ന്. പിന്നെ ബാത്ത് ടബിലോട്ട് കുറച്ച് ലാവൻഡർ പൂക്കളിട്ട് അതിനകത്തോട്ട് കുറച്ച് എപ്സം സോൾട്ടും ഇട്ട് അതിലിറങ്ങിക്കിടന്ന് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മസിൽ ക്രാംസും മസിൽ പെയിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന്. പിന്നെ ഇതൊരു പെയിൻ കില്ലറായിട്ടും ആക്ട് ചെയ്യുമെന്ന്. നമുക്ക് എപ്പോഴും പെയിൻ ഉണ്ടാവുന്നത് നമ്മുടെ ബ്രെയിനിൽ പെയിൻ സിഗ്നൽസ് എത്തുമ്പോഴാണ് നിനക്ക് വേദനിക്കുന്നുവെന്ന് മനസ്സിലാവുന്നത്. അപ്പം ഈ പെയിൻ സിഗ്നൽസ് അങ്ങോട്ട് എത്താൻ വേണ്ടി ഒന്ന് ഡിലേ ചെയ്യിപ്പിക്കാനും ഇതിന് പറ്റുമെന്ന്. അത് തന്നെയാണ് എല്ലാ പെയിൻ കില്ലേഴ്സും ചെയ്യുന്നതും. അപ്പോൾ ഇതൊരു പെയിൻ കില്ലറായിട്ടും ആക്ട് ചെയ്യും അത്രേ. പിന്നെ ഇതിനെക്കുറിച്ച് വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ നാട്ടിൽ നമ്മൾ മണി പ്ലാന്റ്സും ലക്കി ബാമ്പും ഒക്കെ ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു പ്ലാന്റായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ, ഈ വീട്ടിലും ഓഫീസിലും ഒക്കെ. അപ്പം ഇവിടെയുള്ള ആൾക്കാർ ഇതിനെ ഒരു ലക്കി പ്ലാന്റായിട്ടും ഹെൽപ്പ് ചെയ്യും അത്രേ. അതായത് കണ്ണേറ് ദോഷങ്ങളൊക്കെ മാറാനും നമുക്ക് ഐശ്വര്യം വരാനും ഒക്കെ ഇത് സഹായിക്കുമെന്ന്. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ളൊരു പ്ലാന്റിനെ ഞാൻ വീട്ടിൽ വളർത്താണ്ടിരിക്കുമോ? അപ്പോൾ ഞാൻ വളർത്താൻ തന്നെ തീരുമാനിച്ചു. അടുത്ത സമ്മറിലേക്ക് ആകുമ്പോഴേക്ക് ഇത് അടിപൊളിയായിട്ട് വളർന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ അത്രത്തോളം നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കിട്ടില്ല എന്ന് വിചാരിക്കേണ്ട, ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്കിത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതിൻ്റെ ഡ്രൈ ആയിട്ട് മേടിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ എസൻഷ്യൽ ഓയിൽസ് ക്യാൻഡിലൊക്കെ മേടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ വേറെ 2-3 പ്ലാന്റ്സും കൂടെ നട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇനിയും നല്ല യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.